ബിസിനസ് പോർട്ട്ഫോളിയോയിൽ റിന്യൂവബിൾ എനർജി അലോക്കേഷൻ അതിവേഗം ഉയർത്തുന്ന ഒരു സ്റ്റോക്കായി മാറിക്കഴിഞ്ഞു ടാറ്റ പവർ. കഴിഞ്ഞ ദിവസം ടാറ്റ പവർ 0.5% ഇടിഞ്ഞ് 437 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37.81, ഡിവിഡൻഡ് യീൽഡ് 0.46%. കഴിഞ്ഞ 2 മാസമായി ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. എന്നിട്ടും 2024 മാത്രം സ്റ്റോക്ക് 32% റിട്ടേൺ നൽകുകയും ചെയ്തു. 2025 ഫിനാൻഷ്യൽ ഇയറിൽ 20,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലും മോഡുലാർ ന്യൂക്ലിയർ റിയാക്ടർ ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യും എന്നതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. റീസെൻ്റ്ലി നടന്ന ടാറ്റ പവറിൻ്റെ AGMലാണ് കമ്പനിയുടെ ചെയർമാൻ ഈ പ്രഖ്യാപനം നടത്തിയത്. ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ലഭിച്ചാൽ സ്മാൾ മോഡുലാർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഇതുവഴി ഗ്രീൻ എനർജി ജനറേഷൻ ഉയർത്തുക എന്നുള്ള ടാർഗറ്റാണ് കമ്പനിക്ക് മുന്നിലുള്ളത്. കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഇപ്പോൾ കേറ്റർ ചെയ്യുന്ന 12.5 മില്യൺ കൺസ്യൂമേഴ്സിൽ നിന്നും 50 മില്യൺ കൺസ്യൂമേഴ്സിലേക്ക് ഉയർത്താനുള്ള പ്ലാനും കമ്പനിക്കുണ്ട്. റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഒരു റൗണ്ട് ഓഫ് ക്ലോക്ക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായി മാറിക്കഴിഞ്ഞു ടാറ്റ പവർ എന്ന കമ്പനി. കൂടാതെ PM സൂര്യഘർ യോജനയുടെ ബെനിഫിറ്റ് ലഭിക്കുന്നത് വഴി കമ്പനിയുടെ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ 9 ജിഗാവാട്ടിൽ നിന്നും 15 ജിഗാവാട്ടിലേക്ക് വരുന്ന 5 വർഷം കൊണ്ട് ഉയർത്തുക എന്നുള്ളൊരു ടാർഗറ്റ് കൂടി കമ്പനിക്കുണ്ട്. റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്റ്റുകളുടെ അഗ്രസീവ് ഗ്രോത്ത് ടാറ്റ പവറിൻ്റെ സോളാർ റിന്യൂവബിൾ എനർജിയുടെ മാർക്കറ്റ് ഷെയർ ഉയരുന്നതിനും PM സൂര്യഘർ യോജനയുടെ കറക്റ്റ് ഇംപ്ലിമെൻറ്റേഷനും വഴിതെളിക്കും. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 10% വർദ്ധിച്ച് 61,542 കോടിയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 12% വർദ്ധിച്ച് 4,280 കോടിയുമായി ഉയർന്നിരുന്നു. കൂടാതെ കമ്പനി അതിൻ്റെ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനും ബിസിനസ് റീജിഗ് ചെയ്യുന്നതിനും ശ്രമിക്കുന്നുണ്ട്. 49,480 കോടി രൂപയുടെ കടബാധ്യതയാണ് ടാറ്റ പവറിനുള്ളത്. ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി 60,000 കോടി രൂപയുടെ ക്യാപെക്സ് പ്ലാൻ കമ്പനി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഡെപ്റ്റ് റീസ്ട്രക്ചർ ചെയ്യാനും കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാനും ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാനുമാണ് കമ്പനി ഈ ക്യാപെക്സ് ഉപയോഗിക്കുക. കൂടാതെ അണ്ടർ പെർഫോം ചെയ്യുന്ന ചില ബിസിനസ്സുകളുടെ വെയിറ്റേജ് കുറയ്ക്കാനും തീരുമാനിച്ചു. പ്രത്യേകിച്ചും മുംബൈയിലെ മുദ്ര പ്ലാന്റ് പോലെ അണ്ടർ പെർഫോം ചെയ്യുന്ന ചില പ്രോജക്റ്റുകൾ. ഇവിടെ ബാറ്ററി മൾട്ടിപ്പിൾ സ്റ്റോറേജ് ടെക്നോളജി തുടങ്ങിയ സെക്ടറുകളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിച്ച് ഒരു മൾട്ടി സെഗ്മെൻറ്റ് ഇൻ്റഗ്രേറ്റഡ് പവർ കമ്പനിയായി വളരാനാണ് ടാറ്റ പവർ ശ്രമിക്കുന്നത്. ടെക്നിക്കലി ടാറ്റ പവർ എന്ന സ്റ്റോക്ക് 460 എന്ന ലെവലിനടുത്ത് ടാറ്റ പവർ എന്ന സ്റ്റോക്കിന് വളരെ വലിയ റെസിസ്റ്റൻസ് ഉണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ 436 കൺസോളിഡേറ്റ് ചെയ്യുന്നു. 440-നും 420-നും ഇടയിലുള്ള ഒരു നാരോ റേഞ്ചിലാണ് ടാറ്റ പവർ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 2 ആഴ്ചയായി കൺസോളിഡേറ്റ് ചെയ്യുന്നത്. 460 എന്ന റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ 500, 520 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 420 ഒരു പ്രധാന സപ്പോർട്ടാണ്. 420 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ 400 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിനെയും ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ സ്റ്റോക്ക് 100-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുക്കാതെ കൺസോളിഡേറ്റ് ചെയ്യുന്നത് സ്റ്റോക്കിലെ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റത്തെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും മീഡിയം ടൈം 6 മുതൽ 1 വർഷത്തിനുള്ളിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്ക് 460 എന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് 500, 520 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.